ഇസ്രായേലിലെ ജനങ്ങളുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ അന്താരാഷ്ട്ര വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ ഇതുവരെ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. 1967 യുദ്ധത്തിൽ 4 രാഷ്ട്രങ്ങളുടെ സേനയെ 6 ദിവസം കൊണ്ട് ഒരു പട്ടാളക്കാരൻ പോലും നഷ്ടപ്പെടുത്താതെ പരാജയപ്പെടുത്തിയ അത്ഭുതകരമായ വിജയം നേടിയെടുത്ത ഇസ്രായേൽ ഇന്ന് അവരുടെ 2 പട്ടാളക്കാരെ മോചിപ്പിക്കാൻ 100 പട്ടാളക്കാരുടെ വില കൊടുത്തിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല. ചോദിക്കുന്നു, 3 ലക്ഷ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവരെ പിടിച്ചുകൊണ്ട് പോകപ്പെട്ട 2 പട്ടാളക്കാരെ മോചിപ്പിക്കുക. മറ്റൊന്ന്, ഇറാഖിലേക്ക് വരുന്ന ഇസ്രായേലിലേക്ക് വരുന്ന റോക്കറ്റുകൾ നിലയ്ക്കുക. ഹിസ്ബുള്ളയെ നിരാകരിക്കുക. ഇപ്പോഴും റോക്കറ്റ് വീഴുന്നു. ഹിസ്ബുള്ള ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. 2 പട്ടാളക്കാരെ ഇതേവരെ കിട്ടിയിട്ടില്ല. എങ്കിലും ഇസ്രായേൽ വെടിനിർത്തലിന് സന്നദ്ധമായിരിക്കുന്നു. എന്തുകൊണ്ട്? എന്ത് ലക്ഷ്യമാണ് അവർ നേടിയെടുത്തത്? ഒരു സംഘമാണ്, ഒരു ഗ്രൂപ്പാണ്, ഗവൺമെന്റ് പോലുമല്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിന്റെ അതിലൊരു പ്രസിദ്ധനായ പാശ്ചാത്യം പറഞ്ഞത് ഇസ്രായേലിന്റെ അറോഗൻസ് ഓഫ് പവർ, ഇസ്രായേലിന്റെ ശക്തിയുടെ ഈ മുഷ്ക് അത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ 6 വർഷം നിൽക്കണം. ഇതുപോലെ ഷിയായിസമാണ് നോക്കേണ്ടത്. ഇവരുടെ ഇസ്രായേലിന്റെ സിയോണിസമാണോ? ഏതാണ് വലുത്? നിങ്ങൾ സിയോണിസത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ? നിങ്ങൾ ഷീയിസത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ? ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വൈമനസ്യമില്ല. ഷിയാക്കളെ ആദർശത്തെ പറ്റി തർക്കിച്ച് സാധിക്കേണ്ട കാര്യമില്ല. ഷിയാക്കളെ ആദർശത്തെ കഴിച്ചതാണെങ്കിലും ഇവിടെ ഷിയാക്കൾ മർദ്ദിതരാണ്. അവർ വിമോചനത്തിന് വേണ്ടി പൊരുതുന്നവരാണ്. വിമോചനത്തിന് വേണ്ടി ഒരു സമുദായം പോരാടുമ്പോൾ അവരുടെ പക്ഷത്ത് നിൽക്കുവാൻ ആദർശം പ്രശ്നമല്ല. എന്തിനേറെ പറയുന്നു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലിലെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇസ്രായേലിൽ തൗഹീദ് പൂർണ്ണമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൊട്ടാരത്തിൽ ആദ്യം പോയിട്ട് പറയുന്നുണ്ട്, അന റസൂൽ റബ്ബി, ഞാൻ നിന്റെ റബ്ബിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കൂ എന്ന് പോലും പറയുന്നതിന് മുമ്പ് ഈ ബനി ഇസ്രായേലിന്റെ വിമോചനത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ, മർദ്ദിക്കപ്പെടുന്ന ഇസ്രായേലിലേക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഇസ്രായേലിന്റെ വിശ്വാസം പ്രശ്നമായിരുന്നില്ലല്ലോ. കുറെ നാൾ മൂസാ നബി അലൈഹിസ്സലാം തൗഹീദ് പ്രബോധനം നടത്തി. എല്ലാവരും ഇസ്രായേലിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ചാണ് നല്ല ഒന്നാന്തരം വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ മൂസാ നബിയോട് പറയുന്ന ആ ജാതി കോമഡി കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം വിമോചനത്തിന് പോകുന്നത്. വഴിയിൽ വിഗ്രഹം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതേമാതിരി വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് സഹിച്ചു. പിന്നെയും കോമഡി കൊണ്ടുപോയി ചെങ്കടൽ കടന്നു. അക്കരെ പോയിട്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച പന്തം കൊടുത്തപ്പോഴെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞതുമാതിരി വലിയ പശുക്കുട്ടി ഉണ്ടാക്കി എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കറങ്ങുക. നമ്മുടെ ഒരു ഹൽക്ക അല്ലെങ്കിൽ ഒരു സലഫി യൂണിറ്റിനൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. സ്കോഡിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഹൽക്കയിൽ റാത്തി നടക്കുക. എന്തായിരിക്കും അവസ്ഥ? ജില്ലാ സമിതിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ പുളിക്കൽ ഹൽക്കയിൽ മൗലൂദ് നടക്കുക. ആ ഹൽക്കയും കൊണ്ട് ഒരു ഏരിയ ഓർഗനൈസേഷൻ മുമ്പോട്ട് പോകാൻ കഴിയുമോ? ഇതിനേക്കാൾ ഭീകരാവസ്ഥയിൽ ഒരു പ്രസ്ഥാനം മുഴുവൻ വെട്ടുമുട്ട് റാത്തി നടക്കുക. എന്നിട്ട് സാമിരിയാവുന്ന പുരോഹിതൻ, ആ സാമിരിയെ കൊണ്ടാണ് മൂസാ നബി പോയത്. ആ ജാതി സാമിരികളും കൂടെ ഉണ്ട്. ആ സാമിരികൾ മൂസാ നബി അലൈഹി സ്വലാം പോയി. എന്നിട്ട് മൂസാ തിരിച്ചു വന്നുകൊണ്ട് ഹാറൂന്റെ തലയ്ക്കും താടിക്കും വേണ്ടി ചോദിക്കാൻ, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അപ്പോഴും ഹാറൂൻ പറയുന്നു, നീയും കൂടി വന്ന് അവസാന വാക്ക് പറയാൻ നിനക്കാണല്ലോ അധികാരം. അവിടെയുമുണ്ട് 2 നേതാവ് വേണ്ട, 1 നേതാവ് മതി. 2 നബിയാകാം. നേതാവ് ഒന്നേ പാടുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 2 നബിയാകാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2 പണ്ഡിതനോ മുസ്ലിയാനോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമീർ ഒന്നേ പാടുള്ളൂ. അമീർ ജമാഅത്ത് ഇസ്ലാമിൽ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. പക്ഷെ അമീർ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാതിരിക്കുന്നത്. അമീർ ഒന്നേ പാടുള്ളൂ. പണ്ഡിതൻ എത്രയുമാകാം, നബി എത്രയുമാകാം. പക്ഷേ ഒരൊറ്റ നബിക്ക് ഇമാറത്തുള്ളൂ. ഹാറൂൻ നബിക്ക് നുബുവത്തേ ഉള്ളൂ, ഇമാറത്തില്ല. മൂസാ നബിക്ക് നുബുവത്ത് കൊണ്ട് ഇമാറത്ത് കൊണ്ടാണ്. അമീർ വരട്ടെ, ഞാൻ നബിയാണെങ്കിലും അദ്ദേഹം നബിയും അമീറും കൂടിയാണ്. അമീർ വന്നിട്ട് അഭിപ്രായം പറയട്ടെ എന്ന് കാത്തുനിന്നു. വന്നപ്പോ ചോദിച്ചു, അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മരിക്കുന്ന ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാ. ഈ പഹയൻ സാമിരി ഞങ്ങളെ പഠിച്ചതാണ്. അവസാനം സാമിരിയോട് പറഞ്ഞു, എന്താ മൂലലാമിസാ, സാമിരി ഏതാണ്ട് ഒരു ശപിക്കുന്ന മാതിരി എന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ബാക്കിയുള്ളവർക്ക് അദ്ദേഹം വീണ്ടും പുറത്തു കൊടുത്തു. പിന്നെയും ആ കബരി കൊണ്ടുപോവുകയാണ് ഇങ്ങോട്ട് കനാലിലേക്ക് വിമോചനത്തിന്. നമ്മളാണെങ്കിൽ എന്ത് പറയുന്നതിന് വേണ്ടി ഈ ആദർശ ശുദ്ധീകരണം നടന്നിട്ടില്ലാത്ത വഴിയിൽ ഒരു പശുക്കുട്ടിയെ കാണുമ്പോൾ അതിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു വിഗ്രഹത്തെ കാണുമ്പോൾ ആ വിഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുമെന്ന് പറയുന്ന ബനി ഇസ്രായേലുമായി എന്തിനാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഫറവോയുമായിട്ട് സംഘർഷത്തിൽ അതിന് പക്ഷം പിടിച്ചുകൊണ്ട് വിമോചനത്തിന് വേണ്ടി അറിയപ്പെട്ടത്? ബനി ഇസ്രായേൽ മർദ്ദിതരാണ്. മർദ്ദിതരുടെ പക്ഷത്ത് നിൽക്കുവാൻ അവരുടെ വിശ്വാസം പ്രശ്നമല്ല. പക്ഷെ അവസാനം വിമോചനത്തിന് വേണ്ടി വാളെടുക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം റബ്ബുക്ക, നീ റബ്ബ് കൂടി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ ഞാനും എന്റെ റബ്ബ് കൂടി പൊയ്ക്കോളാം, നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചോളൂ എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ജിഹാദിന്റെ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ, വിമോചന പോരാട്ടത്തിന്റെ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ മൂസാ നബി അലൈഹി സ്വലാം തള്ളിപ്പറഞ്ഞത് അവരുടെ ദൗർബല്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ തന്നെ അത് ദൗർബല്യം, സാധുക്രമാണ്, വിശ്വാസതീവ്രതയാണ്, പാവങ്ങളാണ്, അബദ്ധം പറ്റിപ്പോയതാണ്. വലിയ പറഞ്ഞപ്പോൾ അബദ്ധം പറ്റിപ്പോയി. ഇയാൾ വലിയ മഹാപണ്ഡിതനാണല്ലോ സാമിരി എന്നോർത്ത് അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധത്തിന്റെ പേരിലല്ല ഇസ്രായേലിലെ മഹാനായ മൂസാ നബി
ഇസ്ലാം ശിക്ഷിച്ചത്. ജിഹാദ് എന്ന് വരാൻ പറഞ്ഞപ്പോൾ ഭീരുത്വത്തിന് ശിക്ഷ നൽകി, അബദ്ധത്തിന് ശിക്ഷ നൽകിയില്ല. അപ്പൊ പ്രിയപ്പെട്ട അതുകൊണ്ടാണ് ഷിയാക്കളുടെ വിശ്വാസം തെറ്റാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ പക്ഷത്തായിരിക്കും ലോകം. ഇറാനിന്റെ ദക്ഷിണ കൊറിയ ആക്രമിക്കുന്നു നിൽക്കട്ടെ, നിങ്ങൾ എവിടെ നിൽക്കും? അമേരിക്ക ദക്ഷിണ കൊറിയ ആക്രമിക്കും, നിങ്ങൾ എവിടെ നിൽക്കും? അമേരിക്ക വെനിസ്വേല ആക്രമിക്കും, നിങ്ങൾ എവിടെ നിൽക്കും? നിങ്ങൾ എവിടെ നിന്നാലും ഞങ്ങൾ വെനിസ്വേലയുടെ പക്ഷത്തായിരിക്കും, ഞങ്ങൾ ദക്ഷിണ കൊറിയയുടെ പക്ഷത്തായിരിക്കും, ഞങ്ങൾ അമേരിക്ക പക്ഷത്ത് ഉറപ്പിക്കില്ല. ഇതിൽ യാതൊരു അനുസരിച്ച് ഇതാണ് ഇസ്ലാമിന്റെ മാർഗം. രണ്ടാമത്തെ ചോദ്യം, ഷിയാക്കളെ അവരുടെ സ്റ്റാറ്റസ് എന്താണ്? ഷിയാക്കൾ മുസ്ലിങ്ങളാണോ? ഷിയാക്കൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു? മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നു ഇല്ലയോ? ലോക മുസ്ലിം സമൂഹം മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അഹമ്മദികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷിയാക്കൾക്ക് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാം. ഹജ്ജിന് പ്രവേശനമുള്ളവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. ഹജ്ജിന് പ്രവേശനമുള്ള മുഴുവൻ ആളുകൾ മുസ്ലിങ്ങളാണ്. ലക്ഷോപലക്ഷം ഷിയാക്കൾ ഹജ്ജിന് വരുന്നത് മാത്രമല്ല 5 വർഷത്തോളം OIC സാക്ഷാൽ സലഫി രാജ്യമായ സൗദി അറേബ്യ അടങ്ങുൾക്കൊള്ളുന്ന OICയുടെ അധ്യക്ഷസ്ഥാനം ഷിയാക്കൾക്കായിരുന്നു. അപ്പൊ ലോക മുസ്ലിം സമൂഹം മുസ്ലിങ്ങളായി അംഗീകരിക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ അവരിലെ ചില അവാന്തര വിഭാഗത്തിലെ ജീർണതകളാണെങ്കിൽ സുന്നി വിഭാഗത്തിലെ അവാന്തര വിഭാഗത്തിൽ എന്തെല്ലാം ജീർണതകളുണ്ട്. ഇറാഖിലെ ആളുകളൊക്കെ സുന്നികളെന്ന് വളർത്തപ്പെട്ടതാണ്. അവ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക മുസ്ലിം സമൂഹം ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ സലഫി സുഹൃത്തുക്കളെ എഴുതിയ പുസ്തകമുണ്ട് ഷീഈസം. അതിന്റെ ആമുഖത്തിൽ പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായ ഷിയാക്കളെ പറ്റി നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായ ഷിയാക്കൾ അപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണോ? പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണോ എങ്കിൽ നമ്മൾ എവിടെ നിലയുറപ്പിക്കണം? അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാം വിശ്വസിക്കുന്നു ഷിയാക്കൾ ഹറമിൽ പ്രവേശനമുള്ള OICയിൽ അംഗത്വമുള്ള അതിന്റെ അധ്യക്ഷ സ്ഥാനം വരെയും വഹിക്കുവാനുള്ള യോഗ്യതയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ള മുസ്ലിം രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഷിയാക്കൾ. അവരാണ് ഇന്ന് ലോകത്ത് അതിശക്തമായ പോരാട്ടം അമേരിക്കയുടെ മുമ്പിൽ ഒട്ടും വഴങ്ങാത്ത. എന്തിനാണ് പറയുന്നു? നമ്മുടെ ഈ ഇറാഖിലെ പപ്പറ്റ് എന്ന് പറയപ്പെടുന്ന മാലിക്കിലൂടെ ലണ്ടനിൽ വെച്ചിട്ട് ടോണി ബ്ലെയറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ലെബനാൻ നയം ശരിയല്ല എന്ന് പറഞ്ഞു. അവിടെ പോലും ആ പപ്പറ്റ് എന്താ പാവ പ്രധാനമന്ത്രി ഷിയാക്കൾ രക്തത്തിൽ ചേർന്നാണ് സാമ്രാജ്യത്തിൽ. അതുകൊണ്ട് ഷിയാക്കളെ താരടിക്കാനും ഷിയാക്കളെ തകർക്കുവാനും നാളെ ഇറാനെതിരെ ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് പാകപ്പെടുത്തിയത് ഷിയാക്കൾ വശമാണ്. അതുകൊണ്ട് അവർ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ എന്ന് മുസ്ലിം സമൂഹത്തിന്റെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അന്താരാഷ്ട്ര ക്യാമ്പയിന്റെ ഭാഗമാണ്. ഒരാവശ്യമില്ലാതെ ഷിയാക്കൾക്ക് നടക്കുന്ന ക്യാമ്പയിൻ എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ നമ്മൾ അവരുടെ പുറത്ത് വെക്കിട്ട് കയറരുത്. അതാണ് സാഹചര്യം തെളിയിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഷിയാക്കളെ മുസ്ലിങ്ങളായി വിശ്വസിക്കുന്നില്ല. അത് അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ ആയുധത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ലോകത്ത് ആരുണ്ടാകണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്. അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. ആരമേരിക്കയ്ക്ക് അധികാരം വെച്ചു കൊടുത്തു? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുകൊണ്ട് ഇറാഖിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ലബനാന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെ നിൽക്കുന്നു മനസ്സിലാക്കണം. നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നത് മസ്ജിദുകളുടെ പക്ഷത്താണ്, പോരാളികളുടെ പക്ഷത്താണ്. ഈ പക്ഷത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നാളെ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ലോകത്തെ മുസ്ലിങ്ങളും ജനാധിപത്യ വിശ്വാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇടതുപക്ഷ അമേരിക്കൻ രാജ്യങ്ങളും ബ്ലോക്കുകളും ഒന്നടങ്കം ഇറാന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങളുടെ മനസ്സ് എന്ന് ആത്മപരിശോധന ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു തർക്കവുമില്ല. മസ്ജിദിന്റെ കാര്യത്തിൽ ആദർശം പ്രശ്നമല്ല. മസ്ജിദിന്റെ കാര്യത്തിൽ ആദർശം പ്രശ്നമല്ല. വലിയ തിന്മയെ ചെറുക്കുവാൻ ചെറിയ തിന്മയെ സഹായിക്കുന്നതിന് അവിടെ ആദർശം പ്രശ്നമല്ല. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇതാണ് എല്ലാ കാലഘട്ടത്തിലും ബുദ്ധിയുള്ളവർ വിവേകങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ നയമാണ് ഈ ഷിയ വിഷയത്തിലും ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അള്ളാഹു ശപിച്ച ജൂതന്മാർ ലോകത്ത് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്നു. എങ്കിൽ ജൂതന്മാരുടെ മേൽ ദൈവശാപമുണ്ടെന്ന ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? ജൂതന്മാരെ ജയിക്കുന്നു എന്ന് ആരാ പറഞ്ഞത്? ജൂതന്മാർ ഓരോ ദിവസം കഴിയുമ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഉമർ സാഹിബ് പറഞ്ഞതുപോലെ ജൂതന്മാര് വിജയിച്ചു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇപ്പോ ഏറ്റവും ഒടുവിൽ നസ്റുള്ള വധിക്കപ്പെടണം, അയാളെ കൊല്ലണം, ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കണം, അവരുടെ 2 പിടിക്കപ്പെട്ട സൈനികരെ തിരിച്ചു പിടിക്കണം. ഇതൊക്കെ ലബനാനിൽ സംഭവിക്കണം. പലസ്തീനിൽ ഹമാസിന്റെ ഭരണകൂടത്തെ അവർ തകർക്കണം. ഇന്തിഫാദയെ പൂർണ്ണമായും അവർ അടിച്ചമർത്തണം. ഇത് ഇനി ഇസ്രായേൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ ഓരോ പൗരനും ഒരു
ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും സമാധാനത്തോടു കൂടി ഒന്ന് ഇരിക്കാൻ കഴിയണം. ഇതൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ ചോദ്യകർത്താവ് പറയുന്നത് ശരിയാണ്, ജൂതന്മാരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നടന്നിട്ടില്ല, നടക്കുകയുമില്ല. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അതിന്റെ മികച്ച ഉദാഹരണമാണ്. കുറെ ദിവസമായി യുദ്ധം തുടങ്ങിയപ്പോ കോണ്ടാലിസ റൈസ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. അടുത്ത വെള്ളിയാഴ്ച UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു പറഞ്ഞത്. അതായത് അവർ വിചാരിച്ചത്, അല്ലെങ്കിൽ അവരെ പോലുള്ള ആളുകൾ വിചാരിച്ചത്, അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് ഹിസ്ബുള്ളയുടെ പണി കഴിയും, നസ്റുള്ള വധിക്കപ്പെടും, രണ്ടാൾ തിരിച്ചു പിടിക്കും, അങ്ങനെ എല്ലാം ശുഭപര്യവസാനിയാവും, എന്നിട്ടൊരു പ്രമേയം കൊണ്ടുവന്ന് യുദ്ധം നിർത്താം എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഒരു വെള്ളിയാഴ്ചയും കഴിഞ്ഞ് രണ്ടാമത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് ഇപ്പൊ പ്രമേയം കൊണ്ടുവരികയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. കരയുദ്ധമെടുക്ക് തുടങ്ങി നോക്കി 12 ആളുകൾ എന്നിട്ട് മരിച്ചപ്പോ അതോടുകൂടി പുറത്തു വന്നിട്ട് പരസ്യമായിട്ട് പറയണം, ഞങ്ങളുടെ 12 ആളുകൾ കരയുദ്ധത്തിൽ മരിച്ചത് കൊണ്ട് കരയുദ്ധം തൽക്കാലം നിർത്തുകയാണ്. അതായത് ഖുർആൻ പറഞ്ഞതുപോലെ അവരെ നല്ല പ്രതിരോധം തീർത്തിട്ട് പേടിത്തണ്ടന്മാരാണ് ജൂതന്മാർ. നല്ല സുരക്ഷയുള്ള കോട്ടകളിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യാനല്ലാതെ നേർക്കുനേരെ വന്ന് മോമിനികളോട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ച ഇതേ അള്ളാഹു തന്നെ ഇതേ ജൂതന്മാർക്ക് കൊടുത്തിട്ടില്ല. വീരുക്കളാണ്, ലോകത്ത് ഏറ്റവും വലിയ വീരുക്കളാണ്. ഇപ്പൊ ഇത്രയധികം ആയുധങ്ങളുള്ള 500 അണ്വായുധങ്ങളുള്ള അമേരിക്ക സ്വന്തം സ്റ്റേറ്റിനേക്കാൾ പരിരക്ഷിക്കുന്ന അമേരിക്കയുടെ ഈ പോറ്റ് പുത്രി ഇങ്ങനെ ഒരു യുദ്ധം നടത്തിയിട്ട് ഒരു രാജ്യം പോലും അല്ലാത്ത ഹിസ്ബുള്ളയുടെ പോരാളികളോട് ദയനീയമായി പരാജയപ്പെട്ട് യുദ്ധം നിർത്തി ഒന്നും നേടാതെ ആകെപ്പാടെ കുറച്ച് കുട്ടികളെ കൊന്നു. പിന്നെ ലബനാനിലെ വിമാനത്താവളം നശിപ്പിച്ചു, കുറെ പാലങ്ങൾ തകർത്തു, അല്ലെങ്കിൽ കുറെ ഇലക്ട്രിസിറ്റിയുടെ കേന്ദ്രങ്ങൾ തകർത്തു എന്നതല്ലാതെ ഒരു മെച്ചവുമില്ലാതെ ഇസ്രായേൽ പട ലബനാനിൽ നിന്ന് വഷളായി തിരിച്ചു പോവുകയാണ് നാളെ വെക്കുന്നത്. ഇതാണ് ലബനാനിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഫലസ്തീനിൽ സംഭവിച്ചത്. ഫലസ്തീനിൽ തന്നെയാണ് സംഭവിച്ചത്. 1948 ഇസ്രായേൽ ഉണ്ടായത്. 1948 ഇമാം അസ്റുൽ തന്നെ അയച്ച ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഇഖ്വാൻ മുസ്ലിമൂന്റെ 10,000-ലധികം വരുന്ന പ്രവർത്തകർ അന്ന് തന്നെ ഈ രാഷ്ട്രത്തെ കൈകാര്യം ചെയ്ത് നാമാവശേഷമാക്കാനുള്ള സർവ്വസന്നാഹങ്ങളോടും കൂടി അവിടെ പോയി യുദ്ധം ചെയ്ത് അല്ലാഹു അക്ബർ എന്ന ഇഖ്വാനിയുടെ ഈ പറച്ചിൽ കേട്ടാൽ അതിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് ജൂത രാഷ്ട്രം, ഇസ്രായേൽ രാഷ്ട്രം 1948 തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ വേറെയുള്ള കൂട്ടാളികളുടെയും ആശീർവാദത്തോടുകൂടി അറബ് രാഷ്ട്രങ്ങളെ മെരുക്കി വെടിനിർത്തൽ കരാറ് ഉണ്ടാക്കിക്കൊണ്ട് തൽക്കാലം ഇസ്രായേൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഇഖ്വാൻ ഇസ്ലാമിക പ്രസ്ഥാനം കുറച്ച് മുന്നൊരുക്കം നടത്തണമെന്ന് വിചാരിച്ച് 1948 മുതൽ 1987 വരെ മിണ്ടാതിരുന്നു. അതിന്റെ പ്രവർത്തകരെ പലസ്തീനിൽ വളർത്തിയെടുത്തു. ഇഖ്വാൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു ടീമിനെ വളർത്തിയെടുത്തു. ജനസേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തെർബിയത്ത് തുടങ്ങിയ സംഗതികളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വളർത്തിക്കൊണ്ടുവന്നു. അതിനിടയിലാണ് യാസർ അറഫാത്ത് PLOയുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പൊ അതിലൊന്നും ഇഖ്വാൻ പങ്കെടുക്കാതെ ഈ സെക്യുലറിസ്റ്റുകളാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റെടുത്തത്. അവരെ ഇസ്രായേൽ തകർത്തു. അത് സ്വാഭാവികമാണ്. കാരണം ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജിഹാദ് ആയിരുന്നില്ല PLO നടത്തിയത്. അതുകൊണ്ട് സ്വാഭാവികമായും അത് പരാജയപ്പെട്ടു. അങ്ങനെ ശക്തി ഏകദേശം 1000 വന്നപ്പോ ഇസ്ലാം ഫലസ്തീനിൽ രണ്ടാമത് രംഗത്ത് വന്നു. ഇഖ്വാൻ മുസ്ലിമൂൻ ഉണ്ടാക്കിയ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 1987 ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഈ ഫലസ്തീനി പയ്യന്മാരെ മുഴുവനും പുറത്തിറക്കി ജുമാക്ക് പള്ളിയിൽ നിന്ന് ഖൈബർ യാ യഹൂദ് ജയ്ഷ് മുഹമ്മദ് സൗഫ യഊദ്, ജൂതന്മാരെ ഖൈബർ ഓർക്കുക, മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുന്നു എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്ന ശേഷം ഇന്നേ വരെ ഇസ്രായേലിലെ ഒരു പൗരന് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 87 വരെ വന്നപ്പോഴാണ് യാസർ അറഫാത്തിനെ കരാറിന് ക്ഷണിച്ചത്. അല്ലെങ്കിൽ കരാറിന് ക്ഷണിക്കൂല. അങ്ങനെയാണ് 92 കരാറുണ്ടാക്കിയത്. എന്തിനാ കരാറുണ്ടാക്കിയത്? ഈ ഹമാസ് പ്രശ്നമുണ്ടാക്കുന്ന ഗസ, ജെറീക്കോ തുടങ്ങിയ പ്രദേശങ്ങള് യാസർ അറഫാത്തിനെ ഏൽപ്പിച്ചിട്ട് മുസ്ലിങ്ങളെ കൊല്ലുന്ന പണി മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ നടത്താം, യാസർ അറഫാത്തിനെ കൊണ്ട് നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ യാസർ അറഫാത്ത് 2% ഭൂമി, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണം കിട്ടിയിട്ട് 2% ഭൂമിക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഹമാസിനെ അടിച്ചൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഹമാസ് മുസ്ലിങ്ങളോട് യുദ്ധമില്ല, PLOയോട് യുദ്ധമില്ല എന്ന് പറഞ്ഞ് ഈ യാസർ അറഫാത്തിന്റെ പോലീസിന്റെ മുഴുവൻ പീഡനങ്ങളും സഹിച്ച് അവരുടെ ഇന്തിഫാദ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ കല്ലെടുത്ത് ഈമാനിന്റെ ശക്തി കൊണ്ട് കല്ല് പിറക്കി ജൂതപടയാളികൾക്ക് നേരെ
നടത്തിയ ഈ എറിയലുണ്ടല്ലോ, ഇൻതിഫാദ എന്ന് പറയുന്ന ഈ പ്രക്രിയ അതോടുകൂടി ആരംഭിക്കുകയും അവരത് തുടരുകയും ചെയ്യും. അവസാനം യാസർ അറഫാത്ത് പരാജയപ്പെട്ടു. യാസർ അറഫാത്ത് ഒതുക്കണില്ല ഇവരെ ഒതുക്കണില്ല എന്നതായിരുന്നു പരാതി. യാസർ അറഫാത്തിന് ഒതുക്കാൻ കഴിയില്ല, അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ അവസാനം അറഫാത്തിന് നേരെ തിരിഞ്ഞു. ഈ ഒപ്പിട്ട ക്രൈസ്തദാനം നടത്തിയ യാസർ അറഫാത്തിനെ കൊല്ലുകയാണ് പിന്നെ ഇവർ ചെയ്തത്. അങ്ങനെ യാസർ അറഫാത്തിനെ കൊന്നുകൊണ്ട് മഹമ്മൂദ് അബ്ബാസിനെ കൊണ്ടുവന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് ജൂതരാഷ്ട്രം വിചാരിച്ചു. മഹമ്മൂദ് അബ്ബാസ് വന്ന് തെരഞ്ഞെടുപ്പ് നടത്തി നോക്കുമ്പോൾ ഏതൊരു ഹമാസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്രയും കാലം പണിയെടുത്തത്, ഈ 10-20 കൊല്ലം ആയുധങ്ങൾ ഉപയോഗിച്ച് ആ 10,000 കൊന്ന് വേറെ കുറെ 10,000 ജയിലിലിട്ട് പീഡിപ്പിച്ച് പിന്നെ 6 തലമുറ, ഹമാസിന്റെ 6 തലമുറ, അതായത് അവരാദ്യം തന്നെ ഷഹാദത്ത് കണ്ടിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഒരേ ഒരു തലമുറ നേതാവ് അവർ മരിച്ചാൽ അടുത്ത തലമുറ അങ്ങനെ കണ്ട് വെച്ചാണ് ഹമാസ് നേതാക്കൾ പറയുന്നത് ഞങ്ങളുടെ 6 തലമുറയിലെ നേതാക്കളെ കൊന്നുകഴിഞ്ഞു എന്നാണ്. അതിൽ ഒരാൾ മാത്രമാണ് അഹമ്മദ് യാസിൻ. അപ്പൊ ഒരാളെ കൊന്നാൽ ഇത് അവസാനിക്കും എന്ന് വിചാരിച്ച് എല്ലാവരെയും കൊന്ന് അവസാനം ഇനി നിർവാഹമില്ല എന്ന് വിചാരിച്ചാണ് അഹമ്മദ് യാസിനെ കൊന്നത്. അഹമ്മദ് യാസിനെ കൊന്നു നോക്കുമ്പോൾ റന്തീസി വരികയാണ്. അപ്പൊ റന്തീസിയെ മുടനെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു കൊണ്ടു. റന്തീസിയെ കൊന്നു നോക്കുമ്പോൾ വളരെ കാലം വിഷയം വന്നു. അങ്ങനെ 6 തലമുറ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സംഘടനയുടെ 6 തലമുറയിലെ നേതാക്കളെ കൊന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ ഹമാസ് ഏതൊരു ഹമാസിനെ നശിപ്പിക്കാനാണോ ശ്രമിച്ചത്, ആ ഹമാസ് ഇവര് കൊടുത്ത ഈ ഇതിന്റെ 2% ഭൂമിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അവരാണ് ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ 80 സീറ്റുകൾ വാങ്ങി അവരിതിന് വരണ്ടായെന്ന് വെച്ചവരാണ്. എന്നിട്ടും അവരെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നു നോക്കുമ്പോൾ ഫണ്ട് കൊടുക്കാതെ അമേരിക്ക മുഴുവൻ ഫണ്ടുകളും നിർത്തിവെച്ച്, യൂറോപ്പിനെ കൊണ്ട് നിർത്തിവെപ്പിച്ച് 1 ലക്ഷത്തി 1.5 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാസങ്ങളായിട്ട് ശമ്പളം കൊടുക്കാതെ മരുന്നില്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണകൂടം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതോടുകൂടി പൊളിഞ്ഞു വീഴുമെന്ന് ജനാധിപത്യത്തിന്റെ ഈ അപ്പോസ്തലന്മാർ ജനാധിപത്യത്തിലൂടെ വന്ന ഒരു ഭരണകൂടത്തെ മറിച്ചിടാമെന്ന് കരുതി ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല. ഇന്ന് ഈ ഹമാസിന്റെ ഈ ചെറിയ കുട്ടികളുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് വടവരുതിക്കൊണ്ടിരിക്കുന്ന, രക്തസാക്ഷിത്വ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ മുസ്ലിം തലമുറയുടെ കല്ലേറുകളെ പേടിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ 85% പൗരന്മാർ ജീവിക്കുന്നത് എന്ന് അവിടുത്തെ പത്രങ്ങൾ പറയുന്നു. അവിടേക്ക് താമസിക്കാവുന്ന ജൂത പൗരന്മാരിൽ 1 ലക്ഷത്തിലധികം ആളുകൾ ഇസ്രായേൽ നിന്ന് നാട് വിട്ടു എന്ന് അവിടുത്തെ പത്രങ്ങൾ പറയുന്നു. ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജൂത പട്ടാളത്തിൽ അപമാനം കൊണ്ട് ആത്മഹത്യ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവിടുത്തെ പത്രങ്ങൾ പറയുന്നു. അപ്പൊ എവിടെയാണ് ജൂതന്മാരെ സഹോദരന്മാരെ വിജയിച്ചത്? ഇതുവരെ ജയിച്ചിട്ടില്ല. ഒരു രാജ്യം അക്രമം കാണിക്കുന്നു എന്നതുകൊണ്ട് ആ രാജ്യം ജയിച്ചു എന്ന് വന്നിട്ടില്ല. ഇപ്പൊ അവര് തന്നെ, കാരണം ഹഡ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഉണ്ടാക്കുമ്പോ ഈ ഇസ്രായേലിന് 50 വർഷത്തെ ആയുസ് ഞാൻ നേടുന്നു, 50 വർഷം കഴിഞ്ഞാൽ ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. കാരണം അയാൾക്ക് തന്നെ അറിയാം ഈ ലോകത്ത് ഇതുപോലുള്ള ഒരു മനുഷ്യന്മാർക്ക് ഒരു രാഷ്ട്രവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. അപ്പൊ 50 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇസ്രായേലിന് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ 50 വർഷം കഴിഞ്ഞു. ഇസ്രായേൽ അതിന്റെ അവസാനത്തിലേക്കുള്ള നടത്തമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓരോ തവണ അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അതിന്റെ വഷളത്തരങ്ങൾ കാണിച്ച് അത് ദിനേന ഈ കൊച്ചുകുട്ടികളുടെ മുമ്പിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. ഖുർആനിൽ ഒരു വർത്തമാനമുണ്ട്, നിങ്ങൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട്, നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവരും വേദനിക്കുന്നുണ്ട്. ഈ യംസസ്കും ഖർഹുൻ ഫഖദ മസ്സൽ ഖൗമ ഖർഹുൻ മിസ്ലുഹു, നിങ്ങളെ ഒരു വിപത്ത് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരെയും വിപത്ത് ബാധിച്ചിട്ടുണ്ട്. ജൂതന്മാരെയും അവരും നമ്മെക്കാളധികം വേദനിക്കുന്നുണ്ട്. ഖുർആൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവരാഗ്രഹിക്കാത്ത ഒരു കാര്യം, ഒരു പ്രതിഫലം നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെച്ചം കൂടിയുണ്ട് മുഅ്മിനീങ്ങൾക്ക് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അവർ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രത്തെ പിടിച്ചു നിർത്താനുള്ള മരണവെപ്രാളമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയ ഒരവസ്ഥയിലേക്കാണ് സഹോദരിമാരെ ഇസ്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചോദ്യകർത്താവ് ഉന്നയിച്ച വിധത്തിൽ ജൂതന്മാരുടെ ഒരു വിജയത്തിന്റെ യുഗത്തിലേക്കാണ് ഇത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല. പരീക്ഷകളുണ്ട് ഇസ്ലാമിൽ എന്നുള്ളത് ശരിയാണ്. അത് ഉഹുദ് യുദ്ധത്തിൽ ഇസ്ലാം പരാജയപ്പെട്ടപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വിപത്ത് നിങ്ങളെ മാത്രമല്ല അവരെയും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആരാണ് ക്ഷമയുണ്ടവർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആരാണ് ജിഹാദ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ
ബാക്കിയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരെന്ന് അള്ളാഹുവിനെ അറിയണം. അതവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ മക്കള്. നമ്മളിവിടെ ഇതൊന്നും ഫലസ്തീനും ലബനാനും അല്ലാതെ നമുക്ക് തൗഹീദിന്റേതായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓളവാങ്ങുന്ന പിന്നെ ആളുകളുടെ ഏജൻസികളുടെ കൂടെ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്താൻ നമുക്ക് സമയമുണ്ട്. ലബനാനിന് വേണ്ടി ഒരു അക്ഷരം പറയാൻ നമുക്ക് സമയമില്ല. ഇങ്ങനത്തെ ഒരു സമുദായത്തിന് വിജയിക്കാൻ കഴിയില്ല. പകരം ജീവൻ കൊടുത്തിട്ട് ഞങ്ങളുടെ ബൈത്തുൽ മഖ്ദിസ് ഒന്നാമത്തെ ഖിബലയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടര് ഫലസ്തീനിലും ലബനാനിലും രംഗത്ത് വന്നിട്ടുണ്ട്. ലാ തസാലു തായിഫത്തുൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ഉണ്ടാകും, അലൽ ഹഖ് ളാഹിരീൻ, അവർ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും, വലിയ അദൂഹിൻ ഖാഹിരീൻ, അവരുടെ ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തുന്നതായിരിക്കും. ലാ യദുറുഹും മൻ ഖാലഫഹും, അവരെ എതിർക്കുന്നവർക്ക് അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഐനഹും യാ റസൂലല്ലാഹ്, എവിടെയാണ് അവർ റസൂലേ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ബൈത്തുൽ മഖ്ദിസ് വാകിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലും ബൈത്തുൽ മഖ്ദിസിന്റെ ചുറ്റുപാടുമായിരിക്കും എന്റെ ആ ഉമ്മത്തുണ്ടാവുക. അവർ സത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യത്തെ ഉയർത്തിപ്പിടിച്ച് അസത്യത്തെ അവർ ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തും. ഒരാൾക്കും ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ തായിഫത്ത് ഇന്ന് ബൈത്തുൽ മഖ്ദിസിന്റെ അങ്കണത്തിലും പരിസരത്തും ലബനാനിലുമായി പ്രത്യക്ഷപ്പെട്ട് അവർ അവരുടെ ജീവൻ മരണ ആദർശത്തിന് വേണ്ടിയിട്ടുള്ള ജിഹാദ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയിട്ടുള്ളത് ജൂതന്മാരെ പരാജയപ്പെടുത്തും മുസ്ലിം ഉമ്മത്തി എന്നാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന യഹൂദ്, ജൂതന്മാർ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുമെന്നല്ല, അന്ത്യനാൾ വരികയില്ല ജൂതന്മാരോട് മുസ്ലിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്തിട്ടല്ലാതെ. അങ്ങനെ മുസ്ലിങ്ങൾ ജൂതന്മാരെ വധിക്കും. ഇന്ന് ജൂതന്മാരെ താങ്ങാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അറബ് രാജ്യങ്ങളിൽ ചിലരുമൊക്കെ ഉണ്ടെങ്കിലും ഈ അവസ്ഥ മാറിയിട്ട് ഇവർ അന്ന് മുസ്ലിങ്ങളുടെ യുദ്ധത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് കല്ലിനും മരത്തിനും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ കല്ലും മുള്ളും മരവും വിളിച്ചു പറയും, യാ മുസ്ലിം, യാ അബ്ദുള്ള, മുസ്ലിമേ, അല്ലാഹുവിന്റെ അടിമേ, തആൽ ഹാദാ യഹൂദിയ്യുൻ വറാഇ, വരൂ, ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, തആൽ ഫഖ്തുൽഹു, വരൂ അവനെ കൊല്ലുമെന്ന് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ കല്ലും വൃക്ഷവും പോലും ജൂതന്മാർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അങ്ങനെ ജൂതന്മാരെ പരാജയപ്പെടുത്തിയിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നിർണായകമായ പോരാട്ടത്തിലേക്കാണ് ലോകം ഓരോ ദിവസവും കഴിയുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലാ തയഅസു മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിരാശരാകരുത്. ഫഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി നിരാശരാവുക സത്യനിഷേധികളാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. അവർ നാളെ മറ്റന്നാൾ വിജയിക്കാൻ പോവുകയാണ് എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വിജയത്തിൽ എന്ത് പങ്കാളിത്തമാണ് വഹിക്കാൻ കഴിയുക എന്നാലോചിക്കുകയാണ് വേണ്ടത്. ആദ്യം നുബുവത്ത് വരും, പിന്നെ ഖിലാഫത്ത് വരും, പിന്നെ സ്വേച്ഛാധിപത്യവും രാജാധിപത്യവും മുസ്ലിം ലോകത്ത് വരും. സുമ്മത്തക്കൂന ഖിലാഫ അലാ മിൻഹാജി നുബുവ, പിന്നെ നുബുവത്തിന്റെ പാതയിൽ ഖിലാഫത്ത് ലോകത്ത് വരും. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ള ഒരു ഖിലാഫത്തിന്റെ സ്വപ്നത്തോടു കൂടി തന്നെയാണ്. ഖിലാഫത്തിനെ പുച്ഛിക്കുന്നവർ, ഇസ്ലാമിക ഭരണത്തെ പുച്ഛിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിലാഫത്ത് തിരിച്ചു വരുമെന്ന പ്രവാചക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലേക്കുള്ള സ്റ്റെപ്പുകൾ ഉയർത്തി പിന്നെ ഓരോന്നോരോന്ന് മുന്നോട്ട് വെച്ച് അത് പരസ്യമായി രാജ്യത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും പുലർന്നിട്ടുണ്ട് എന്നതുപോലെ ഈ നുബുവത്തും ഖിലാഫത്തും കഴിഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപത്യ രാജാധിപത്യ ഭരണങ്ങൾ പൊടിഞ്ഞ് അവസാനം ഖിലാഫത്ത് വരും. തുമ്മ സക്കത്ത, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിൽ ആണ് ചരിത്രം അവസാനിക്കുന്നത്. അതാണ് അവസാനത്തെ പോയിന്റ്. ഇന്ന് കാണുന്ന ഈ അപമാനവും ഈ പരാജയവുമല്ല മുസ്ലിം സമുദായത്തിന്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനമാണ് ലോകത്ത് വരാൻ പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരിക്കെ 125 കോടി വരുന്ന ഈ സമുദായത്തിന്റെ മുമ്പിൽ വെറും 30 മില്യൺ വരുന്ന ജൂതന്മാർ ഇപ്പൊ തൽക്കാലമായി രക്ഷപ്പെടുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഈ സമുദായം വിജയത്തിനുള്ള ഉപാധികൾ പൂർത്തീകരിച്ച് അതിനുള്ള യോഗ്യത തെളിയിച്ചാൽ നാളത്തെ പ്രഭാതം തീർച്ചയായും ഈ ഉമ്മത്തിൻ്റെതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല. മറുപടി പറയുന്നത്, കർമ്മശാസ്ത്ര തലത്തിൽ ഹനഫി, ഹംബലി, ഷാഫി, മാലിക് എന്നീ 4 മദ്ഹബുകളും ആത്മീയ തലത്തിൽ റിഫായിയ, ഷാദിലിയ, ചിശ്തിയ, മൗലവിയ എന്നീ ത്വരീഖ
അള്ളാഹുവിലേക്കുള്ള പ്രധാന മാർഗങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു തരീഖത്തിലോ മദ്ഹബിലോ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം തള്ളിപ്പറയുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി തീർത്തും നവീന പ്രസ്ഥാനമല്ലേ? ഇതേവരെ നമ്മൾ ലബനാനിലെ ജിഹാദിന്റെ വഴിയിലായിരുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ആശ്രമത്തിലേക്കാവും. അവിടെ മുജാഹദ എന്നാണ് അതിന് പറയുക. ഈ ആശ്രമങ്ങളിൽ നടക്കുന്ന പ്രവൃത്തിക്ക് അവർ പറയുന്നത് മുജാഹദ എന്നാണ്. എന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ഈ ജിഹാദ് എന്ന പ്രവൃത്തി രക്ഷയില്ല. അതൊരു വലിയ ഒരു സങ്കീർണമായ പദമാണ്. ലബനാനിൽ നടക്കുന്നത് ജിഹാദ്. ജിഹാദി ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്ക കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മുജാഹദയിലേക്ക്. അവരെന്ന് പറയുന്ന പേര് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചു 4 മദ്ഹബും 4 തരീഖത്തും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വഴി ഖുർആനും സുന്നത്തും മദ്ഹബും തരീഖത്തുമല്ല. ഇസ്ലാമിന്റെ വഴി എന്ന് പറയുന്നത്, സത്യത്തിന്റെ വഴി എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്, മദ്ഹബും തരീഖത്തുമല്ല. എന്നാൽ ഈ മദ്ഹബ് തരീഖത്ത് എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ മദ്ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹാണ് എങ്കിൽ നമുക്ക് ഫിഖ്ഹിനോട് വിരോധമില്ല. തരീഖത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിഖ്റും സലാത്തും ദുആയുമാണ് എങ്കിൽ നമുക്ക് അതിനോട് വിരോധമില്ല. അപ്പൊ തരീഖത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഖ്റും സലാത്തും ദുആയും. തരീഖത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യന്റെ അമല് പൂർണ്ണമാകണമെങ്കിൽ ആ അമലിന് 2 അടിത്തറകൾ ഉണ്ടായിരിക്കണം. ഒന്ന് ഇൽമും മറ്റൊന്ന് ഇഖ്ലാസ്. ഇത് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇൽമ് അതിന്റെ ഫിഖ്ഹ്, ഇഖ്ലാസ് അതിന്റെ തരീഖത്ത്. ഇതാണ് അവർ സമർത്ഥിക്കുക. ഇൽമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതികമായ ജഡം ഭദ്രമാകണം. അതിന് നിയമങ്ങളാണ്, അതിനാണ് ശരീഅത്ത് എന്ന് പറയുക. അതിന് പണ്ഡിതന്മാരായ ആളുകൾ, മഹാന്മാരായ ഇമാമുകൾ ആ ഇജ്തിഹാദ് നടത്തി. ഈ ഇജ്തിഹാദ് നടത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിച്ചു വന്നു. മറുഭാഗത്ത് ഇഖ്ലാസ് ശരിയാകണം. ഇഖ്ലാസ് ശരിയാകണമെങ്കിൽ മഹാന്മാരായ ശൈഖന്മാര് മുജാഹദ നടത്തി. അവിടെ നമുക്ക് ഇജ്തിഹാദ് മുജാഹദ നടത്തിക്കൊണ്ട് അതിനാവശ്യമായ ചില വഴികൾ നമുക്ക് നിർവഹിച്ചു തന്നിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയുക. എന്താണ് ആ വഴികൾ? ദിക്റും സലാത്തും ദുആയും ഒക്കെ. ഇത് നേർക്ക് നേരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിക്റും സലാത്തും ദുആയും ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ വ്യക്തമായ സങ്കീർണമായി നിർവഹിക്കേണ്ട അമലുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നിശബ്ദമായും വ്യക്തിനിഷ്ഠമായും നിർവഹിക്കേണ്ട അമലുകൾ മറുഭാഗത്ത്. ദിക്ർ, സലാത്ത്, ദുആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്ലാം വ്യക്തിനിഷ്ഠമായി അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചതാണ്. സംഘടിതമായി ബഹളമയമായി അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചതല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ സംഘടിതമായി നിർവഹിക്കാൻ പറഞ്ഞ കാര്യം പറയുമ്പോൾ അത് സംഘടിതമായി നിർവഹിക്കേണ്ടതില്ല, ഒറ്റയ്ക്ക് ചെയ്താൽ മതി. സക്കാത്ത് സംഘടിതമാണ് എന്നോട് സക്കാത്ത് സംഘടിതമല്ല, ഒറ്റയ്ക്ക് നിർവഹിച്ചാൽ മതി, വളരെ മതി. എന്നാൽ ദിക്ർ ഒറ്റയ്ക്ക് അല്ല, ദിക്ർ സംഘടിതമായി തന്നെ നിർവഹിക്കണം. ദിക്ർ സലാത്തുകൾ വിശുദ്ധ ഖുർആനിൽ വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുബി വൽ ആസാൽ. എങ്ങനെയാണ് ദിക്ർ നിർവഹിക്കേണ്ടത്? വദ്കുർ റബ്ബക ഫീ നഫ്സിക, നീ റബ്ബിനെ സ്മരിക്കുക. ഫീ നഫ്സിക, നിന്റെ ആത്മാവിൽ. തളർറുൻ വഖീഫതൻ, വിനയത്തോടുകൂടി ഭയഭക്തിയോട്. ദൂനൽ ജഹരി മിനൽ ഖൗൽ, യാതൊരു ശബ്ദവും ഉയർന്നു കേൾക്കാൻ പാടില്ല. ദൂനൽ ജഹരി മിനൽ ഖൗൽ, ഇന്ന് നടക്കുന്ന വിഗ്രഹങ്ങളും സലാത്തുകളും തസവ്വുഫിന്റെ പേരിലും തരീഖത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അതിൽ വ്യാജമോ ഒറിജിനലോ ഇതൊന്നുമില്ല. ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കപ്പെടുന്ന കാര്യങ്ങൾ വരെയും ദൂനൽ ജഹരി മിനൽ ഖൗൽ, ദിക്റിൽ ശബ്ദം ഉയർന്നു കേൾക്കാൻ പാടില്ല. ഇത് വ്യക്തമായി ദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുബി വൽ ആസാൽ. അപ്പൊ ശബ്ദം ഉയർത്തരുത് എന്ന് പറയുന്ന കാര്യം ശബ്ദം ഉയർത്തും. വ്യക്തിനിഷ്ഠമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സംഘടിതമായി ചെയ്യും. ഈ രൂപത്തിൽ ദിക്റുകളും സലാത്തുകളും സംഘടിതമായി നിർവഹിക്കുക. ഏത് രൂപത്തിൽ നമസ്കാരങ്ങളും സംഘടിതമായി നിർവഹിക്കുവാൻ വേണ്ടി മദ്ഹബിന്റെ ഇമാമുകൾ നിയമം നിർമ്മിച്ചിരിക്കുന്നത് മാതിരി മറുഭാഗത്ത് ഈ തരീഖത്തിന്റെ മശായിഖുകൾ അവിടെ അവരുടെ ഇഖ്ലാസ് ശുദ്ധീകരിക്കും. അത് ഹദീസ് ഉദ്ധരിക്കും. പ്രസിദ്ധമായ ഹദീസുണ്ട്. എന്താണ് ഇഹ്സാൻ? അൽ ഈമാൻ, ഈമാൻ വിശദീകരിച്ചു. വമൽ ഇസ്ലാം, ഇസ്ലാം വിശദീകരിച്ചു. വമൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഈ ഇഹ്സാൻ എങ്ങനെ ഉണ്ടാകും? പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇഹ്സാൻ ഉണ്ടാകും. പ്രവാചകൻ മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എങ്ങനെ ഇഹ്സാൻ ഉണ്ടാകും? അതിന് ശൈഖന്മാരുടെ സാന്നിധ്യം വേണം. അതിന് ശൈഖന്മാരുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ മാനിക്കണം. ഈ അടിത്തറ തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ്. പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്നത് പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ അനുധാപനം കൊണ്ടാണ്. അതിന്റെ ഇത്തിബാഅത്ത് കൊണ്ടാണ് ലഭിക്കുക. അതിന് പ്രത്യേകമായ മശായിഖന്മാരും ശൈഖന്മാരും പ്രത്യേകമായ നിയമങ്ങളും ആ കൽപ്പനകളും ഉണ്ടാക്കി പ്രത്യേകമായ സലാത്തുകളും ദിക്റുകളും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്ത് അതിൽ കൂടി മാത്രമേ ഈ ഇഖ്ലാസ് ഉണ്ടാവൂ, ദൈവികമായ സാമീപ്യം ഉണ്ടാവൂ എന്ന ഈ തരീഖത്തിന്റെ സങ്കല്പം തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമാണ്. കാരണം ഹദീസിൽ പറയുന്നത് പഠിപ്പിക്കുന്നത് എന്നെ കണ്ടുകൊണ്ട്
ദുആ ഇത് സ്വകാര്യമായി വ്യക്തിനിഷ്ഠമായി അവൻ അനുഷ്ഠിക്കേണ്ട ക്രമങ്ങളാണ്. ഇതിന് സംഘടനമാരും ഉണ്ടാക്കിയെടുത്തു ആദ്യം. അതിനുശേഷം പുതിയ സലാത്തും പുതിയ വിത്തും പുതിയ പ്രാർത്ഥനകളും ആവിഷ്കരിച്ചു. ഒരുപാട് പുതിയ സലാത്ത്, ഒരുപാട് പുതിയ വിത്ത്, ഒരുപാട് പുതിയ ദുആ. അതുകൊണ്ടാണ് ഈ തരീഖത്ത് എന്ന് പറയുന്നതിൽ ഒറിജിനലോ വ്യാജനോ എന്ന വ്യത്യാസമില്ല. ഒറിജിനലും വ്യാജനും രണ്ടും വ്യാജനാണ്. കാരണം ഇസ്ലാം അങ്ങനെ സമ്പ്രദായം പഠിപ്പിച്ചിട്ടില്ല. ദിക്റും സലാത്തും സ്വകാര്യമായ വ്യക്തിനിഷ്ഠമായി നിർവഹിക്കേണ്ട കാര്യമാണ്. അതിൽ കൂടി അല്ലാഹുവുമായി ബന്ധം സ്ഥാപിക്കുക. അതിനുവേണ്ടി പ്രത്യേക മശായിഖുമാരും ശൈഖന്മാര്, അതിനുവേണ്ടി മുജാഹദ, അവർക്ക് ബൈഅത്ത്, ഏതുമാതിരി മദ്ഹബിന് ഇമാമ്, അവർക്ക് നമ്മൾ തഖ്ലീദ്, ഇങ്ങനെയാണ് പറയുന്നത്. മദ്ഹബ് ശരീഅത്ത്, അതിന് മദ്ഹബ്, അതിന് ഇമാമ്, അതിന് തഖ്ലീദ്. മറുഭാഗത്ത് ഇഖ്ലാസ്, അതിന് തരീഖത്ത്, അതിന് ശൈഖ്, അതിന് ബൈഅത്ത്. ഇത് ഇസ്ലാം പ്രവാചകർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ മദ്ഹബിന്റെ ആത്മാവാണെങ്കിൽ, കർമ്മശാസ്ത്രപരമായ നിയമങ്ങളാണെങ്കിൽ അതിനോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് യോജിപ്പില്ല. ഈ മദ്ഹബിന്റെ ചട്ടക്കൂടുകൾ നിർബന്ധമായിട്ടും അത് വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ടേ പോകാവൂ എന്ന ശാഠ്യത്തോട് മാത്രമാണ് വിയോജിപ്പ്. അതേമാതിരി തന്നെ തരീഖത്തിന്റെ പേരിൽ ദിക്റും സലാത്തും ദുആയുമാണെങ്കിൽ അതിനോട് നമുക്ക് വിരോധമില്ല. പക്ഷെ അതിന്റെ പേരിൽ ആവിഷ്കരിച്ചെടുക്കുന്ന ഘടനകളോടോ അതിന്റെ പേരിൽ രൂപീകരിക്കുന്ന പുതിയ ദിക്റുകളോടോ പുതിയ സലാത്തിനോടോ പുതിയ ദുആയോടോ നമുക്ക് താല്പര്യമില്ല. ഇതാണ് അത് സംബന്ധമായി പറയുവാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും അംഗീകരിച്ചുകൊണ്ടുള്ള ഏതും നമ്മൾ സ്വീകരിക്കും. പ്രഗത്ഭനായ ലോകപ്രസിദ്ധമായ യൂസുഫ് അൽ-ഖർദാനി അദ്ദേഹത്തെ സമീപിച്ച തരീഖത്തിന്റെ കുറെ പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണോ? ആണ് എങ്കിൽ അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അല്ല എങ്കിൽ അത് എനിക്ക് പഠിക്കാൻ താല്പര്യവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രവാചകൻ പഠിപ്പിച്ചത് തന്നെയാണ് നിങ്ങൾ തരീഖത്തിന്റെ പേരിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പുതിയതായി പഠിപ്പിക്കേണ്ടതില്ല. അത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതല്ല, പുതിയത് വല്ലതുമാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ പുതിയത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും തന്നെ ഞങ്ങൾക്ക് പറയാനില്ല എന്ന മറുപടിയാണ് തരീഖത്തിന്റെ ആളുകൾ യൂസുഫ് അൽ-ഖർദാനിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഈ കാഴ്ചപ്പാട് നമുക്ക് പറയുവാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യങ്ങൾ ഇനി ചിലതുണ്ട്. സമാന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഷേഖ് സാഹിബിന്റെ തന്നെ മുഖാമുഖം എന്ന് പറയുന്ന പുസ്തകം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംശയങ്ങൾ തീർക്കാൻ ശ്രദ്ധിക്കുകയോ, ഇനി വരാനിരിക്കുന്ന മുഖാമുഖം പരിപാടികൾ 1-ാം തീയതി കോട്ടക്കലിൽ വെച്ച് പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യവും അതുപോലെ തന്നെ നമ്മുടെ സമയം അതിക്രമിച്ചു എന്നുള്ള പ്രശ്നവും മുമ്പിൽ വെച്ചുകൊണ്ട് ഇനി വായിക്കുന്ന ഒരു ചോദ്യത്തിന് കൂടി മറുപടി ഷേഖ് സാഹിബ് നൽകിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടി അവസാനിക്കുന്നത് വരെ സദസ്സ് അച്ചടക്കത്തോടു കൂടി ഇരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദ്യം വായിക്കാൻ അഭ്യർത്ഥിക്കുന്നു. 2 ചോദ്യങ്ങളാണ്, രണ്ടും ഒന്നിച്ചാണ് വായിക്കുന്നത്. സെൽഫ് ഫൈനാൻസിംഗ് കോളേജ് വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്തെന്ന് വിശദീകരിക്കാമോ? 2ാമത്തെ ചോദ്യം, മുസ്ലിംകളുടെ നിത്യശത്രുക്കളായ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പ്രതിരോധവും ഇസ്ലാമിക ദഅവത്തും ഒന്നിച്ചു കൊണ്ടുപോകുന്നതല്ലേ ഇന്ത്യയിലെ യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തനം? അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യം, ലബനാൻ, പലസ്തീൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിംകളും ഇസ്ലാമിക സംഘടനകളും സായുധ ജിഹാദിലൂടെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിനോട് സ്റ്റേജിലും പേജിലും തെരുവിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വർഗീയതക്കെതിരെ സമാനമായ ചെറുത്തുനിൽപ്പിനുള്ള സകല ശ്രമങ്ങളെയും തീവ്രവാദമായും ഭീകരവാദമായും ആയി ചിത്രീകരിച്ച് അതിനെ പരാജയപ്പെടുത്തുന്നു. ഈ ഇരട്ടത്താപ്പ് ഇനിയും നിർത്താനായിട്ടില്ലേ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, വെള്ളം, വെളിച്ചം തുടങ്ങിയവ മനുഷ്യന്റെ മൗലികമായ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ ഭരണകൂടം ബാധ്യസ്ഥം. എന്നാൽ നിലവിലുള്ള ഭരണകൂടം ഈ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും
ശേഷമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് സെൽഫ് ഫൈനാൻസിംഗ് സ്ഥാപനങ്ങൾ എന്ന യാഥാർത്ഥ്യം ഒരു നിലനിൽക്കുന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് ആ കാര്യത്തിൽ ചില ആശയങ്ങളും ചില നിബന്ധനകളും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതനുസരിച്ച് സെൽഫ് ഫൈനാൻസിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖല ഒരിക്കലും കച്ചവടവൽക്കരിക്കാൻ പാടില്ല, വ്യാപാരവൽക്കരിക്കാൻ പാടില്ല. ഇന്ത്യയിൽ ഇന്നോളമുണ്ടായ സുപ്രധാനമായ 4 സുപ്രീം കോടതി വിധികളും പറഞ്ഞത് വിദ്യാഭ്യാസം ഒരിക്കലും വ്യാപാരവൽക്കരിക്കരുത്, കച്ചവടവൽക്കരിച്ചവരുടെ അവധിയാണ്. അതാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കച്ചവടപരമായത് 1. രണ്ടാമത് അതിന്റെ എല്ലാ നിയമനങ്ങളും വിദ്യാർത്ഥി പ്രവേശനം സുതാര്യമായിരിക്കണം. 3 പക്ഷപാതരഹിതമായിരിക്കണം. 4 പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഒരിക്കലും ഇത് വിഘാതമാവരുത്. അതുകൊണ്ട് തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ 50% സീറ്റുകളെങ്കിലും സാധാരണ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സീറ്റ് പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ കൂടി പ്രവേശനത്തിന് സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അത്തരമൊരു സംവിധാനത്തിന് സുപ്രീം കോടതിയുടെ വിധി പ്രതികൂലമാണെങ്കിൽ സമ്മർദ്ദ ശക്തിയിലൂടെ മാനേജ്മെന്റുകളെ നിർബന്ധിതമാക്കിയിട്ടെങ്കിലും 50% സീറ്റ് പാവപ്പെട്ടവർക്ക് ലഭ്യമാകുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാവും. ബാക്കി 50% സീറ്റ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ അത്യാവശ്യമായി, വളരെ അത്യാവശ്യമായി, ഇൻഫ്രാസ്ട്രക്ചർ അല്ല, നടത്തിക്കൊണ്ടുപോകാൻ അത്യാവശ്യമായ വിധത്തിലുള്ള ഒരു ഫീസ് നിശ്ചയിക്കുകയും ചെയ്യാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രായോഗികമായുണ്ട്. അതേസമയം ഇവിടെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ഇന്ന് കച്ചവടവൽക്കരിക്കാൻ ചെയ്യും. ഇന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കുറ്റവാളികളെയാണ് സൃഷ്ടിക്കുന്നത്. 25 ലക്ഷം മുതൽ 30, 35, 40 ലക്ഷം വരെയാണ് മെഡിക്കൽ സീറ്റിന് പ്രവേശനത്തിന് കോള വാങ്ങുക. 10-20 ലക്ഷം രൂപ MBBS പാസ്സാകാം. അങ്ങനെ 50 ലക്ഷം ആകുമ്പോഴേക്ക് MBBS കിട്ടും. പിന്നെ 20 ലക്ഷം കൂടി ചെലവഴിച്ച് 70 ലക്ഷം ആകുമ്പോഴേക്ക് MD കിട്ടും. 70 ലക്ഷം രൂപ ചെലവഴിച്ച് ഡോക്ടർ പുറത്തിറങ്ങിയാൽ അതിന് ബാങ്ക് പലിശ തന്നെ കൊടുക്കാൻ മാസം തോറും 70,000 രൂപ. അപ്പോൾ അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ ഫലം ഈ രാജ്യത്തെ ഡോക്ടർമാർ ബാങ്ക് പലിശ കൊടുക്കാൻ വേണ്ടി മാസം 70,000 രൂപ രോഗികളിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടി വരും. അവർക്ക് ജീവിക്കാൻ ആവശ്യം പുറത്തു. അപ്പോഴാണ് ഗർഭിണികൾ രോഗികളായി മാറുന്നത്. അപ്പോഴാണ് 4 മാസം 5 മാസം ആകുമ്പോൾ കുട്ടിയുടെ കല എക്കോട്ടാണ് ചെരിവ്, വലത്തോട്ടാണ് ചെരിവ്, പിന്നോട്ടാണ് ചെരിവ്, മുന്നോട്ടാണ് ചെരിവ് എന്ന സംശയമുണ്ടാകും. അഥവാ അനാവശ്യമായ പരിശോധനകൾക്ക് നിർബന്ധമാക്കുന്നു, അനാവശ്യമായ ശസ്ത്രക്രിയകൾ ഉണ്ടാവുന്നു, വമ്പിച്ച തോതിൽ രോഗികളെ കൊള്ള ചെയ്യുന്നു. അതായത് വലിയ സാമൂഹികമായ മനുഷ്യദ്രോഹകരമായ, അതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ, മതവിരുദ്ധമായ, ദൈവവിരുദ്ധമായ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെടുന്നു. അനാവശ്യമായി പാവപ്പെട്ട രോഗികളെ നേരേക്ക് പറഞ്ഞയക്കുന്ന അതുവഴി കമ്മീഷൻ പറ്റുന്ന ഡോക്ടർമാരും ആ ഡോക്ടർമാരെ സൃഷ്ടിച്ചെടുക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന് കാവലിരിക്കുന്നവർ ഈ രാജ്യത്തെ ലാബിൽ പരിശോധിക്കപ്പെടുന്ന വസ്തുക്കൾ ഭക്ഷിച്ച് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ആ പൈസ വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് മനുഷ്യനെയുടെ പക്ഷത്തിന്റെ പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരായി മാറിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ അടിമുടി ഉറച്ചു മാർക്കേണ്ടതുണ്ട്. കോള വാങ്ങുന്നവർക്കും അത് തന്നെയാണ് സംഭവം. അത് ഏത് സ്ഥാപനങ്ങളുമുണ്ട്. ഇവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ച് കുറെ മതസംഘടനകളുടെ കുറെ നേതാക്കന്മാരൊക്കെ വായ കെട്ടി കോഴിക്കോട് നേരത്തെ പ്രകടനം നടത്തി. എനിക്ക് വളരെ പ്രതീകാത്മകമായി തോന്നി അവർ ചെയ്ത പണി. കാരണം എന്തെങ്കിലും സത്യം പറയാൻ കഴിയാത്തവർക്ക് നല്ല വായ മൂടിക്കെട്ടാണല്ലോ. വായ മൂടിക്കെട്ടിയത് വളരെ അർത്ഥപൂർണമായ ഒരു കാര്യമായിരുന്നു ആ പ്രകടനങ്ങളിൽ, സംശയമേ ഇല്ല. കാരണം കുറ്റവാളികളുടെ നേരെ ലാലിമിന്റെ നേരെ ലാലിമെന്ന് പറയാത്തവൻ, അക്രമിയുടെ നേരെ അക്രമി എന്ന് പറയാത്തവന് ഒരിക്കലും ഒരു അനുഗ്രഹം കിട്ടുകയില്ല എന്നാണ് നബിതിരുമേനി പറഞ്ഞത്. ഇവിടെ LP സ്കൂളിൽ തൊട്ട് കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ ന്യൂനപക്ഷത്തിന് വരെ അനുവദിച്ചു കൊടുത്ത് അതിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നു. എന്നിട്ടാണ് ഈ കൈക്കൂലി. ഞാൻ സലാം സാഹിബിനെ ഒരു സ്ഥാപനത്തിന് മാനേജറാക്കുക, അവിടെ ശമ്പളം കൊടുക്കുന്നത് ഞാൻ, ബാക്കി 5 രൂപയ്ക്ക് ഞാൻ. എന്നിട്ട് ആളുകൾ നിശ്ചയിക്കുമ്പോൾ സലാം സാഹിബ് കൈക്കൂലി വാങ്ങിയാൽ കൈക്കൂലി നല്ലാന്ന് പറയാം. അതിന് പശുവക്കെട്ടുമായി നടക്കുന്ന ഒരു തരം മതമൗലന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാ വലിയ പ്രശ്നം. അതുകൊണ്ട് വായ മൂടിക്കെട്ടി. പക്ഷെ വായ മൂടിക്കെട്ടിയതിനെ കുറിച്ച് കോഴിക്കോട്ടെ ഒരു ഡോക്ടർ വളരെ ആക്ഷേപകരമായി സംസാരിച്ചു. ഞാൻ അതിന് കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ പത്രത്തിൽ ആ വായ മൂടിക്കെട്ടിയതിനെ കേരളത്തിലെ സാംസ്കാരികനായ സാഹിത്യകാരൻ അല്പം രൂക്ഷമായി തന്നെ പരിഹരിച്ചു. അപ്പൊ പരിഹരിച്ചത് മുസ്ലിം പത്രത്തിലാണ്. അപ്പൊ മുസ്ലിം പത്രം സ്വീകരിച്ചത് മുസ്ലിം വിരുദ്ധ നിലപാടാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്. കാരണം ആ വായ മൂടിക്കെട്ടിയവരെ ചെയ്ത വളരെ അർത്ഥപ്പെടുന്നു. വായ മൂടിക്കെട്ടിയതിനെ കുറിച്ച് ആ ലേഖനം പുറത്തുള്ളപ്പോൾ വായ മൂടിക്കെട്ടിയവർ വായ മൂടിക്കെട്ടിയത് തടി മുണ്ടിലാണ് നിർബന്ധിതാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടായതെന്ന് പറയേണ്ടി വന്നു. അതാണ് വസ്തു. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലുള്ള നിലപാടാണ്. ഇവിടെ
ഈ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും സാമൂഹ്യ ദ്രോഹികളാണ്, മതദ്രോഹികളാണ്, ഇസ്ലാമിന്റെയും ദൈവത്തിന്റെയും ശത്രുക്കളാണ്. അവരെ മാറ്റി നിർത്തണം. സമൂഹത്തിൽ എല്ലാ അത്തരം കച്ചവടക്കാരെയും കുറ്റവാളികളെയും മാറ്റി നിർത്തണമെന്നാണ് പിന്നെയുള്ളത് ജിഹാദ്. എന്തെങ്കിലും ചേർന്നുണ്ടാവും. ഏതാണ് ജിഹാദ്? നമ്മളെ ചോദിച്ചു എന്താ ലബനോണിലെ ജിഹാദത്തിന് നടക്കുന്നത്, ഫലസ്തീനിലെ ജിഹാദത്തിന് നടക്കുന്നത്, അതുപോലെ തന്നെ ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെ സായുധ സംഘടനകൾക്ക് പിന്തുണക്കുന്നു. വിശുദ്ധ 24 പ്രവാചകന്മാർ വരുവാണ്. ആ 24 പ്രവാചകന്മാരും ഇസ്ലാമിക 25 പ്രവാചകന്മാരുടെ പേരുമാണ്. 25 പ്രവാചകന്മാർ ഇസ്ലാമിക പ്രബോധനം നടത്തി. അവരിൽ കുറേ പ്രവാചകന്മാർ മർദ്ദിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അനുയായികൾ കൊല്ലപ്പെട്ടു. പക്ഷെ എല്ലാവരും ആയുധമെടുത്ത് യുദ്ധം ചെയ്ത എന്താ കാരണം? ഇബ്രാഹിം നബി ഇസ്രായേലിലേക്ക് യുദ്ധം ചെയ്തില്ല, നൂഹ് അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, ഹൂദ് അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, സാലിഹ് അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, ഷുഐബ് അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, യൂസുഫ് അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, മൂസ അലൈഹി ഇസ്ലാമെ അവരെ അവസാനത്തിൽ വിമോചനത്തിന് വേണ്ടി പോയി, പക്ഷേ യുദ്ധം ചെയ്ത അദ്ദേഹത്തിന് ആൾക്കാർ. ഈസ അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തില്ല, അതേസമയം യുദ്ധം ചെയ്തു ദാവൂദ് അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം യുദ്ധം ചെയ്തു. മക്കയിൽ മുഹമ്മദ് മുസ്തഫ യുദ്ധം ചെയ്തില്ല, മദീനയിൽ യുദ്ധം ചെയ്തു. എന്താ കാരണം? സ്ഥാപിത ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സാരഥികളോ സ്ഥാപിത സമൂഹത്തിന്റെ സാരഥികളോ ആയ പ്രവാചകന്മാർ സായുധ ജിഹാദിയോ അല്ലാത്തവർ മക്കയിൽ ജിഹാദും ചെയ്തു. അതാ സംഭവം. എന്തുകൊണ്ട് മക്കയിൽ വെച്ച് ചെയ്ത ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ഒരു പ്രവാചകൻ, ദേവത്തിൽ നിർവഹിക്കുന്ന ഒരു പ്രവാചകനും ദേവത്തിന്റെ ഘട്ടത്തിൽ ആയുധമെടുത്ത് പൊരുതിയിട്ടില്ല. ദേവത്തിൽ നിർവഹിച്ച ഒരു പ്രവാചകനും ദേവത്ത് വേളയിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദേവത്ത് നിർവഹിക്കാൻ ബാധ്യസ്ഥമായ ബഹുസ്വര സമൂഹത്തിലെ ഒരു ഇസ്ലാമിക സമൂഹം ആയുധമെടുത്ത് യുദ്ധം ചെയ്യുക എന്ന് ആദർശപരമായി ഇസ്ലാമികമായി തെറ്റാണ്. 2, ഇന്ത്യയെ പോലെ ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവരെ പോലെ യഥാർത്ഥ ഫാസിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വലിയ അക്രമം ഉണ്ടാവും. എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? സായുധമായാണ് പ്രതിരോധിക്കുന്നത് എന്നൊരു കുറ്റ പറഞ്ഞ എല്ലാ മുസ്ലിം സംഘടനകളും വീടുകളാണ് ധൈര്യത്തോടാണ് പറഞ്ഞു. ആ സായുധമായി പ്രതിരോധിക്കുന്നവർക്ക് ഏറ്റവും ശക്തിയുള്ള കേരളത്തിലാണ്, മലബാറാണ് പറയുന്നത്. എന്നാൽ 1500ഓളം ആളുകൾ മാറാടിൽ നിന്ന് 5 മാസം എടുത്തു മാറ്റപ്പെട്ടു. ഒരൊറ്റ കുട്ടിയെ പ്രതിരോധിച്ചോ, ഒറ്റ കുട്ടിയെ, ഒരാളെ. ഇപ്പോഴും 50ഓളം കുടുംബങ്ങൾ മാറാടിന് പുറത്താണ്. ഒരൊറ്റ കുടുംബത്തെങ്കിലും മാറാട് പുനഃസ്ഥാപിച്ചോ? പിന്നെ എന്താ ഈ ആളുകൾക്ക് മുസ്ലിം ബാക്കിയുള്ള സംഘടനകളൊക്കെ വീരിക്കാൻ ഞങ്ങൾ ധൈര്യമാണ് പറയുന്നത്? അത് നമ്മൾ സാക്ഷാൽ ചതി ചിലപ്പോൾ വീഴുണ്ടോ? അതിലുണ്ടോ കേരളത്തിലൊരു പഞ്ഞ 5000 ഉറുപ്പിക കൊല്ലാൻ ആവശ്യത്തോടെ പിന്നുണ്ടോ അതിലൊരു സംഘടന? ആളുകളെ ചതിയെ കൊല്ലാൻ എന്തിനാണ് ഈ കേരളം എന്ന രാജ്യത്ത് ഒരു സംഘടന? 5000 ഉറുപ്പിക ധാരാളമാണ്. അതൊക്കെ കുറച്ച് വളർത്തിട്ട് മറ്റൊന്ന് അപ്പൊ പത്രമൊക്കെ വായിച്ചു പോയി. അങ്ങനത്തെ രാജ്യത്തിന്റെ സംഘടന. ആ ജാനുജെ നമ്മുടെ വയനാട്ടിലെ ജാനു ചെയ്താൽ പറയേണ്ടത് ഞാനാ ചെയ്തത്. അയ്യങ്കാരി കൊടുക്കാതെ ഓര് പറയേണ്ടത് ചെയ്താൽ ഞങ്ങളാ ചെയ്തത്. നമ്മളെ തമിഴ് കുടികളെ ഓര് ചെയ്താൽ പറഞ്ഞ് ഞങ്ങളാ ചെയ്തത്. പക്ഷെ ചെയ്തിട്ട് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് അതിന്റെ പാപഭാരം പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അനുഭവിക്കേണ്ടി വരുന്ന, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരന്തപൂർണ്ണമായ സാഹചര്യം നിർഭാഗ്യവശാൽ കേരളത്തിലുണ്ട്. അത് ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് വളരെ സുഖകരമായ അർത്ഥം. അവർക്ക് വളരാൻ സഹായമാകുന്നു, അവർക്ക് ഏകോപിക്കാൻ സഹായമാകുന്നു, അവർക്ക് തിന്മകൾ ചെയ്യാൻ ന്യായീകരണമാകുന്നു, ഭരണകൂടത്തിന് എല്ലാ അതിക്രമങ്ങൾക്കും ന്യായീകരണമാകുന്നു. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ എന്താ ചെയ്യേണ്ടത്? അത് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിഭാഗങ്ങളുടെ സഹായത്തോടുകൂടി മതനിരപേക്ഷ അവർഗീയ ഭരണകൂടങ്ങൾ വരാൻ വേണ്ട പണിയാണ് ഈ രാജ്യത്ത് വർഗീയ ഫാസിസം എല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലോ? അതിങ്ങോട്ട് ബീഹാറായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ലല്ലു പ്രസാദ് യാദവ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ കാലത്തും ഭാര്യ റബിയുടെ കാലത്തും അവിടെ വർഗീയരായിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും അവർഗീയ മതനിരപേക്ഷരായ ആളുകളെയും സഹായത്തോടുകൂടി ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു. തൽഫലമുണ്ടായി. അത് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തപ്പെടേണ്ട ഒരു ശ്രമമാണ്. അങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ മതനിരപേക്ഷ അവർഗീയ വിഭാഗങ്ങളുടെ കൂട്ടുപിടിക്കുക. അത്തരം ആളുകളുണ്ട്. കാലത്ത് പ്രവാചകൻ ആദ്യത്തെ 10 കൊല്ലം സംരക്ഷണം നൽകിയ അബൂ താലിബ് എന്ന മുശ്രിക്ക്, പിന്നെ 10 കൊല്ലം സംരക്ഷണം നൽകിയ മുസ്ലിം അലി എന്ന മുശ്രിക്ക്, ഹിജ്റയ്ക്ക് വഴിയൊരുക്കിയ അഖബയിൽ നബിയുമേനി സ്വലഫിക്ക് വേണ്ടി സംസാരിച്ചത് അതുവരെ ഇസ്ലാം സ്വീകരിച്ചില്ലാത്ത മുശ്രിക്കായിരുന്ന അബ്ബാസ് അബ്ദുൽ മുത്തലിബ്, നബിയുമേനിക്ക് ഹിജ്റയിൽ വഴികാട്ടിയായി ഉണ്ടായിരുന്ന മുശ്രിക്കായ അബ്ദുൽ വാഹിബ് ഉറൈഖ്, അഥവാ അങ്ങനെയുള്ള
ലോകത്തിലെ ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് സേവാ പ്രവർത്തനവും അതുപോലുള്ള കാര്യങ്ങളും പ്രവാചകൻ തുടർന്നത്. ഇവിടെയും അത്തരത്തിലുള്ള അബൂ താലിബുമാരുണ്ട്. അതുപോലെ മുജുബൻ ദുബൈ, ജസ്റ്റിസ് കൃഷ്ണയ്യ, അങ്ങനെ ഈ രാജ്യത്ത് എത്രയോ അബൂ താലിബുമാരുണ്ട്. ആ അബൂ താലിബുമാരുടെ ഒക്കെ സഹകരണത്തോടുകൂടി മതനിരപേക്ഷ ഭരണകൂടങ്ങൾ രംഗത്ത് കൊണ്ടുവരാൻ ആ ഭരണകൂടങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതെന്ത് വേണം, മതനിരപേക്ഷരായ ആളുകൾ കൂടി ഇസ്ലാമിന്റെ മുസ്ലിങ്ങളിൽ ശത്രുക്കളാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം, ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നിലപാട് ഉണ്ടാവാതിരിക്കണം. ഉണ്ടായാൽ ഇപ്പോൾ അവർഗീയരായ ആളുകൾ കൂടി വർഗീയ ഫാസിസ്റ്റ് ഭാഗത്ത് പോകും. അതുകൊണ്ട് ഈ രാജ്യത്ത് സ്വീകരിക്കാൻ നിലപാട് എന്ത് ചെയ്യുന്നത് ആദർശപരമായി വ്യക്തമാണ്, നാട്ടിലെ സാഹചര്യത്തിന് അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. ആദർശപരമായി ദൈവത്ത് ചെയ്യുന്ന സമൂഹം സായുധമായി ജിഹാദ് ഒരിക്കലും ചെയ്തിട്ടില്ല, പ്രവാചകന്മാർ ചെയ്തിട്ടില്ല. അതേസമയം അവർ ജിഹാദ് ചെയ്തിട്ടുണ്ട്. ആ ജിഹാദിന് ഒക്കെ സായുധമാകുന്നില്ല. അതുകൊണ്ട് ആ പ്രവാചകനായി ഇബ്രാഹിം നബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് എന്ന് വിശുദ്ധ പറയാനുള്ള കാരണം അതെല്ലാം ഇന്ത്യയിൽ സ്വീകരിക്കേണ്ടത് ഈ നിലപാടാണ് എന്നാണ്. ഇനി 2-3 ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ട് ഒറ്റയ്ക്കുള്ള ചോദ്യം, അത് ഓരോ വാചകത്തെ മാത്രം പറയാം. സൗദി അറേബ്യ ഭരിക്കുന്ന സെലഫികളല്ല, അവിടെ രാജഭരണമാണ്. സൗദി ഭരണകൂടം നടപ്പിലാക്കുന്നതൊക്കെ സെലഫികളുടെ മേൽ കെട്ടിവെക്കുകയാണോ? ബഹുമാന്യനായ അബ്ദുൽ സലാം സാഹിബ് പറഞ്ഞപ്പോൾ കിങ് ഫൈസൽ അവാർഡ് നൽകിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ അവാർഡ് നൽകിയത് ഭരണകൂടമാണെങ്കിലും അവാർഡിന് ചെയ്ത ഇമാം മൗദൂദിയെ തെരഞ്ഞെടുത്തത് പണ്ഡിതന്മാരുടെ സംഘം, സെലഫി പണ്ഡിതന്മാരുടെ സംഘം. ഭരണാധികാരികളെല്ലാം തെരഞ്ഞെടുത്ത് അവാർഡ് കൊടുത്ത ഭരണാധികാരികളാണ് തെരഞ്ഞെടുത്ത് സെലഫി പണ്ഡിതന്മാരുടെ സംഖ്യയാണ്. ബാക്കി അദ്ദേഹം പറഞ്ഞതെല്ലാം സെലഫി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ. ഇബാദത്ത് വിഷയത്തിൽ മുജാഹിദ് പണ്ഡിതന്മാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? തൗഹീദ് വിഷയത്തിൽ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരുമായി മുമ്പ് സംവാദം നടത്തിയിട്ടുണ്ടോ? വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ഹാസൻ സാഹിബ്, എം വി മുഹമ്മദ് സലീം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് എറണാകുളത്ത് സംവാദം നടത്തിയായിട്ട് ഞാൻ അറിയും. ആ സംവാദം വളരെ മനോഹരമായിരുന്നു എന്നും എന്റെ പൂർവികന്മാർ എന്നോട് പറഞ്ഞ ഓർമ്മ എന്നിലുണ്ട്. എന്റെ കാലഘട്ടത്തിലല്ല, അഥവാ ഞാൻ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകനായ കാലഘട്ടത്തിലല്ലാത്തത് കൊണ്ട് നേരിട്ട് അനുഭവമില്ല എറണാകുളത്ത് ചർച്ച. ഇപ്പൊ മുജാഹിദുകളുമായി സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, ഇവിടെ സമസ്തയും മുജാഹിദുകളും തമ്മിൽ ധാരാളം സംവാദം നടക്കാൻ കഴിഞ്ഞ 60 കൊല്ലമായി സംവാദം അല്ല പരിഹരിക്കേണ്ട ഒരു മാർഗം. അതെന്താ വെച്ചാൽ 2 വിഭാഗവും അംഗീകരിക്കുന്ന ലോകത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് വിഷയം ചർച്ച ചെയ്തു. അതിന്റെ ഏറ്റവും നല്ല അവസരമായിരുന്നു 1979 ഈ പുലിക്കൽ വെച്ച് ലഭിച്ചത്. വിഭാഗത്തിന്റെ അർത്ഥത്തിൽ തൗഹീദിൽ പഴച്ചിട്ടില്ല എന്ന മുജാഹിദ് സുഹൃത്തുക്കൾക്കെങ്കിൽ എന്തിനാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ ലോക പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന കരാർ എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു? എന്റെ പ്രിയമുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ അവരുടെ നേതാക്കളോട് ചോദിക്കൂ, എന്തിനാണ് ഈ കരാർ പൂഴ്ത്തിവെച്ചത്? എന്തിനാണ് നശിപ്പിച്ചത്? എന്തിനാണ് ഉമർ സാഹിബിനെ രാജിവെക്കാൻ നിർബന്ധിതമായത്? ഇബാദത്ത് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തൗഹീദിൽ ജമാഅത്താക്കാൻ പ്രയത്നമെങ്കിൽ അതങ്ങ് തെളിയിക്കാനുള്ള നല്ല സമയമായിരുന്നില്ലേ? കാരണം സലഫി പണ്ഡിതനായ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരുന്ന സലഫി പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ ലോക പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇബാദത്തും തൗഹീദും ചർച്ച തീരുമാനിക്കാനായിരുന്നു നമ്മുടെ കരാറ്. എന്തിനാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ പൂഴ്ത്തിവെച്ചത്? എന്തുകൊണ്ടാണ് ആ കരാർ ഒപ്പിട്ടാൽ രാജിവെക്കേണ്ടി വന്നത്? ഇവിടെയാണ് മൗലികമായ പ്രശ്നം. അതുകൊണ്ട് ഇന്നും ജമാഅത്ത് ഇസ്ലാമി സന്നദ്ധമാണ് ഈ വിഭാഗം അംഗീകരിക്കുന്ന ലോക സലഫി പണ്ഡിതന്മാർ സാന്നിധ്യം. വേറെ വേണ്ട, ഇഖ്വാനി പണ്ഡിതന്മാരുണ്ട, ലോക സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഈ വിഭാഗം അംഗീകരിക്കുന്ന ലോക സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ തീർച്ചയായും ഇബാദത്തും തൗഹീദും സംബന്ധിച്ച് ലോകത്താരുമായി ചർച്ചയ്ക്ക് മാറ്റാൻ സാധിക്കും. ഇഖ്വാന പണ്ഡിതന്മാർ വേണ്ടയില്ല, സലഫി പണ്ഡിതന്മാർ. ഒരു ചോദ്യം കൂടി, അത് ജമാഅത്തെ ഇസ്ലാമി എല്ലാ മതസംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കുപ്പമാകാൻ തുടങ്ങിയപ്പോൾ CP സൈതലവി ചന്ദ്രയിൽ 32 തുടർ ലേഖനങ്ങൾ എഴുതുകയുണ്ടായല്ലോ. അതിനെന്തേ നിങ്ങളൊരു പ്രസിദ്ധീകരണത്തിനും ഗണ്ണിച്ച് കണ്ടില്ല? നിങ്ങൾ ആ ലേഖനങ്ങളിലെ മുഴുവൻ ആരോപണങ്ങളും അംഗീകരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ മുൻ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ ചില നെറികേടുകളും അതിൽ വായിക്കാൻ കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾ മൗനമായി അംഗീകരിച്ചിരിക്കുകയാണോ? CP സൈതലവിയുടെ ആ ലേഖന വിളംബരം പുസ്തകമായി ലഭ്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് നിങ്ങളെ ഏൽപ്പിച്ചു തരാം എന്ന് പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വീട്ടിൽ കോപ്പിണ്ട്. അതുകൊണ്ട് തൽക്കാലം ആ സുഹൃത്തിന് പിന്നെ പിന്നെ എന്റെ ലൈബ്രറിയിലുണ്ട് വെളിമാറുണ്ട്. പിന്നെ ഈ സംഭവം 31 അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം വായിക്കില്ല, ഒന്നുകൂടി സൂക്ഷിച്ച് വായിക്കാതെ 31 ലേഖന നമ്പറിൽ. ആ ലേഖന നമ്പറിൽ ഇവിടെ ചോദ്യാർത്താവ് ഉന്നയിച്ച പോലെ മുഖ്യമായി വിമർശനം കേന്ദ്രീകരിക്കപ്പെട്ടത് ബഹുമാന്യനായ സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ പേര്. അതിൽ പ്രധാനമായത് സാമ്പത്തികത്തിൽ ഉൾപ്പെടെ. മറ്റൊന്ന് ഈ രാമനാഥികളുടെ
എഴുതിയത്. ആ ജാതിക്ക് മറുപടി പറയണമെങ്കിൽ വെറുതെ കമ്മീഷൻ കിട്ടുന്ന കടലാസും കമ്മീഷൻ കിട്ടുന്ന പെണ്ണും കമ്മീഷൻ കിട്ടുന്ന പൈസയുമാണ്. അത് നമ്മളെല്ലാം സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഒപ്പിടാൻ എവിടെ പോകാത്തോണ്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വെറുതെ കിട്ടുന്ന പൈസ അതൊന്നും നമ്മൾ വേണ്ട. ഇതാണ് ഒരു സംഭവം. പിന്നെ കഴിഞ്ഞാൽ സമയം വേണം, സമ്പത്ത് വേണം, ഇതിന് വേണമെങ്കിൽ സമയം ചെലവഴിക്കും. മനസ്സിലാക്കുന്നത് പത്രം വാങ്ങുന്നവർ വരെ, അതിന്റെ പത്രം വാങ്ങുന്നവർക്ക് വരെ പൈസ കൊടുക്കുന്ന ഹലാലായ മാർഗത്ത് സമ്പാദിച്ചു. അത് ചപ്പിട്ട് അവർക്ക് മറുപടി പറഞ്ഞിട്ട് ചെയ്യേണ്ട എന്നും തീരുമാനിച്ചു. അതുകൊണ്ട് വേണ്ട. ഈ ചെയ്ത ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച എന്റെ ഉത്തരത്തിൽ സൂചിപ്പിച്ച ആ ബുദ്ധിപൂർവമായി എങ്ങനെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഇതിനുശേഷം ബഹുമാന്യ കേരളത്തിൽ കരയിൽ തമിഴ്നാട്ടിൽ അന്തമാനിൽ സുനാമി ദുരന്തമുണ്ടായി. സുനാമി ദുരന്തമുണ്ടായപ്പോൾ സിദ്ദീഖ് സാഹിബ് ചെയർമാനായ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട്, മാധ്യമത്തിന്റെ പേരല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്ന പേരിൽ അദ്ദേഹം ആ സുനാമി ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഒരു പരസ്യം കൊടുത്തു. ആ പരസ്യം കേരളത്തിലെ 100%-ഒന്നുമില്ല, അത് പറഞ്ഞു ജമാഅത്തെ അമീറാണ് എടുത്തത്. പക്ഷേ അതിന്റെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ 2,40,00,000 രൂപ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ പേരിൽ ലാസ്റ്റ് അയച്ചു കിട്ടി. അത് ചെലവഴിക്കുകയും ചെയ്തു. അതിന്റെ കണക്ക് മാധ്യമത്തിൽ. അതേ സമയത്ത് ഈ ആരോപണം ഉന്നയിച്ച പത്രത്തിന്റെ ഏറ്റവും സമുന്നതനായ ബഹുമാന്യനായ സമാധാനീയനായ ആത്മീയ നേതൃത്വം സ്വന്തം പേര് വെച്ച് ഇതേ സുനാമി ദുരിതത്തിന് വേണ്ടി പരസ്യം കൊടുത്തു. ഒരിക്കൽ ഞാൻ വായിച്ചു കിട്ടിയത് 16 ലക്ഷം. പക്ഷെ വിതരണം ചെയ്തതിന്റെ വായിച്ചപ്പോൾ 13 ലക്ഷം വായിച്ചത്. ഏതാണ്ട് സത്യം ഏതാണ്ട് ശരി 16 ലക്ഷം കിട്ടി. അപ്പോൾ ഈ രാജ്യത്തെ പ്രബുദ്ധമായ കേരളീയ സമൂഹം ആര് പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് വളരെ വ്യക്തം. അതുകൊണ്ട് വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പത്രത്തിൽ 31 310 ദിവസം എഴുതിയാൽ അതിന് നമ്മുടെ മഷിയും നമ്മുടെ കടലാസം കൊണ്ട് മറുപടി പറയില്ല എന്ന് വിനയപൂർവ്വം അവരെ അറിയിക്കുകയാണ്. അതിന്റെ ആവശ്യമാണ്. ഞാൻ ഇത് അവസാനിപ്പിക്കാം. എന്റെ വാക്കുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ വാക്കുകൾ, ഷാഫായിന്റെയും ഉമേഷായിന്റെയും വാക്കുകളൊക്കെ വല്ല അതിരുവച്ചുകളുണ്ടെങ്കിൽ അത് സംഭവിച്ചു പോയത് കരുതിക്കൂട്ടിയല്ല, വാക്കുകളിൽ പറഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കണം. പക്ഷെ പറയാനുള്ള കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും. നമുക്ക് ലഭ്യമാവേണ്ടത് പരമമായ സത്യം, അള്ളാഹുവിന്റെ മാർഗവും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പരിഹരിക്കുന്നത്. അതിനാൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുണ്ട്, നാം സത്യാന്വേഷകരായി മാറും. ശരി എവിടെയെന്ന് കണ്ടെത്തുക. സാധാരണക്കാരായ ആളുകൾക്ക് വരെ കാര്യം മനസ്സിലാക്കാൻ കഴിയുമാറും മലയാളത്തിൽ തന്നെ ഇന്നെല്ലാം ലഭ്യവും. അത്രമായി സാഹിത്യത്തിൽ നിങ്ങൾ പണ്ഡിതന്മാർ നിങ്ങൾ തർക്കിക്കുന്നു, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്ന് സാധാരണക്കാർ പറയേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഞാനിവിടെ വായിച്ചതിന്റെ ഉദ്ധരണികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് മലയാളികളായ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമാറിയ സത്യം വളരെ വ്യക്തം. അതുകൊണ്ട് പ്രിയമുള്ള എന്റെ സഹോദരന്മാർ, നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം, അവന്റെ പ്രതിഫലം കിട്ടണം, അവന്റെ സ്വർഗം നമുക്ക് ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും ശരിയായ പ്രവർത്തനത്തിൽ നിർവഹിക്കണം. അതിനുള്ള ഒരു സത്യാന്വേഷണ വികാരത്തിന് ഈ സംവാദം സഹായകമായെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ സത്യത്തിന്റെ പ്രകാശം തെളിയിച്ചു കാണിക്കുവാൻ ഈ സ്നേഹപൂർവമായ സൗഹൃദപൂർവമായ സംവാദം സഹായകമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാരിതാർത്ഥ്യമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സക്രമമായി സ്വീകരിച്ച് പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകുമാണ്. സർവശക്തനായ നാഥ, കരുണാവാരിയായ അല്ലാഹു, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ നിസ്സാരവും ഗുരുതരവുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് ഏവർക്കും നീ പൊറുത്ത് ഉപപ്പെടുത്താൻ തരണമാണ്. ഞങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഞങ്ങൾ ഈ ലോകത്തും പരലോകത്തും പിടികൂടല്ലേ നാഥ, ശിക്ഷിക്കല്ലേ നാഥ, അപമാനിക്കല്ലേ നാഥ. പൊറുക്കപ്പെടാത്തൊരു തെറ്റും കുറ്റവും ഞങ്ങൾ നീ ബാക്കി വെക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ നീ യഥാർത്ഥ വിശ്വാസികളായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി വെളുപ്പിക്കണമേ തമ്പുരാൻ. ഉമ്മമാർ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെ പരിശുദ്ധരായി പാപരഹിതരായി ലോകത്തോട് വിട പറയുവാൻ നിന്റെ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ സിദ്ദീഖുകളുടെ ശ്രോതാക്കളുടെ കൂടെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. നാടാ ലെബനോണിലെയും ഫലസ്തീനിലെയും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പൊരുതുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണമേ തമ്പുരാനെ. അവിടെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീ ആശ്വാസവും മോചനവും നൽകണമേ തമ്പുരാനെ. ഇസ്ലാമിലെയും ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുവാൻ രംഗത്തിറങ്ങി എല്ലാവരെയും നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. നാഥ,
അവിടെ ലോകത്തെങ്ങാനുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് നീ വിജയം നൽകണമേ തമ്പുരാനെ. ഇസ്ലാമിലെ നവജാഗരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുശക്തികളെ നീ തട്ടിമാറ്റണമേ തമ്പുരാനെ. നാഥാ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദര സഹോദരിമാരെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും നേതാക്കളെയും അനുയായികളെയും നീ നിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ സിദ്ദീഖുകളുടെ ശ്രോതാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടിയതിനെ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. اللهم انصر اخواننا المجاهدين الاسلاميين في فلسطين وفي لبنان وفي سائر الناحية ودمر اعداءهم ومزقهم كل ممزق يا رب العالمين. اللهم انصر اخواننا المجاهدين الاسلاميين في فلسطين وفي لبنان وفي سائر الناحية ودمر اعداءهم ومزقهم كل ممزق يا رب العالمين. اللهم انصر حركات الاسلامية في فلسطين وفي لبنان وفي بلدنا هذا وفي جميع الناحية العالم يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم اجرنا من النار. اللهم اعتقنا من عذاب القبر ومن عذاب النار. ربنا لا تجعلنا من حسب النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا جعلنا من ورثة جنة النعيم عن النبيين والصديقين والشهداء والصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا وعلى آبائنا وامهاتنا وازواجنا واولادنا واخواننا واخواتنا واقربائنا من اوصانا بالدعاء انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا ارحم الراحمين. اللهم صل وسلم على النبي الامي محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ശരിപ്പെടുത്തി നമ്മുടെ ഇങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് ശരിപ്പെടുത്തി തന്ന ഭംഗിയാക്കി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.